നമസ്കാരം. ഈ വിദ്യാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇമ്മ്യൂണിറ്റി, ഏതൊക്കെ തരത്തിലാണ് ഇമ്മ്യൂണിറ്റി കാണപ്പെടുന്നത്, എങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നെല്ലാം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയ്ഡ്സ്, ക്യാൻസർ, എഫക്റ്റ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് എന്നീ വിഷയങ്ങളാണ്. എന്താണ് എയ്ഡ്സ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന എയ്ഡ്സ് ഒരു രോഗമല്ല, അതൊരു രോഗാവസ്ഥയാണ്. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത്. സിൻഡ്രോം എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന ഒരു തകരാറാണ് ഇത്. ഇത് കാരണമാകുന്നത് ഒരു HIV വൈറസ് ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV ഒരു റിട്രോ വൈറസ് ആണ്. അതിന് ഒരു RNA ജീനോമാണുള്ളത്. റിട്രോ വൈറസ് വിത്ത് ആൻ RNA ജീനോം. ഈ വൈറസിൻ്റെ ഒരു ഘടന നോക്കുകയാണെങ്കിൽ അതിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജനിതക വസ്തുവും കാണപ്പെടുന്നുണ്ട്. എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ 1981. എയ്ഡ്സ് വാസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ അമേരിക്ക ഇൻ 1981. എയ്ഡ്സിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സ്. ഫസ്റ്റ് വൺ ഈസ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ, അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ്. സെക്കൻഡ് വൺ, ബൈ transfusion of blood, contaminated blood or blood products. ഒരു വ്യക്തിക്ക് HIV വൈറസ് ഉണ്ടെങ്കിൽ അയാളുടെ രക്തമോ രക്തഘടകങ്ങളോ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് HIV പോസിറ്റീവായി മാറാം. ബൈ ഷെയറിംഗ് ഇൻഫെക്റ്റഡ് നീഡിൽസ് ആസ് ഇൻ ദ കേസ് ഓഫ് ഇൻട്രാവീനസ് ഡ്രഗ് അബ്യൂസേഴ്സ്. മയക്കുമരുന്നും മറ്റും ഉപയോഗിക്കുന്നവർ ഒരേ സിറിഞ്ചും സൂചിയും ഉപയോഗിക്കുന്നതിലൂടെ, അത് സിരകളിലേക്ക് കുത്തി വെക്കുന്നതിലൂടെ, ഇൻട്രാവീനസ് ആയിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഡ്രഗ് അബ്യൂസേഴ്സിൽ ഇതുപോലെ എയ്ഡ്സ് ട്രാൻസ്മിഷൻ നടക്കാം. രോഗം ബാധിച്ച ഒരു അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിലേക്ക് പ്ലാസൻ്റ വഴിയും ഇത് കൈമാറ്റം ചെയ്യപ്പെടാം. ഫ്രം എൻ ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ചൈൽഡ് ത്രൂ ബർത്ത്, ഡ്യൂറിങ് ദി ടൈം ഓഫ് ബർത്ത് ത്രൂ പ്ലാസൻ്റ. അപ്പം ഈ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ആരൊക്കെയാണ് ഉള്ളത്? ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് എയ്ഡ്സ്. ആർക്കൊക്കെ എയ്ഡ്സ് വരാം എന്നുള്ളൊരു സാധ്യത നോക്കാം. ഇൻഡിവിജ്വൽസ് വിത്ത് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒന്നിൽ കൂടുതൽ ലൈംഗിക പങ്കാളികളുള്ളവർക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്, ഹു ടേക്ക് ഡ്രഗ്സ് ഇൻട്രാവീനസ്ലി. ഇൻട്രാവീനസ് ആയിട്ട് സൂചിയും സിറിഞ്ചും ഉപയോഗിച്ച് ഈ മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്നവരിലേക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അവരത് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്ക് വരാം. ഇൻഡിവിജ്വൽസ് ഹു ഹാവ് റിക്വയർഡ് റിപ്പീറ്റഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നിരന്തരം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ളവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊന്നും ടെസ്റ്റുകളൊന്നും നടത്താൻ, അല്ലെങ്കിൽ അവരിലേക്ക് ആരുടെ നിന്നാണ് രക്തം വരുന്നതെന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അവർക്ക് ഇതേപോലെ HIV പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നീടുന്നത് പോസിറ്റീവായ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും ഇതുപോലെ HIV പകരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് HIV പകരാത്ത മാർഗങ്ങളെന്ന് നോക്കാം. HIV ഡസ് നോട്ട് സ്പ്രെഡ് ബൈ മിയർ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്ട്. ഇറ്റ് സ്പ്രെഡ്സ് ഓൺലി ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ശരീരദ്രവങ്ങളിലൂടെ മാത്രമാണ് HIV പകരുന്നത്. സാധാരണഗതിയിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതിലൂടെ, ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതിലൂടെ ഒന്നും ഇത് പകരുന്നില്ല. ഇവിടെ നമുക്ക് HIV ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വിൻഡോ പീരിയഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നുണ്ട്. ഈ ഒരു അസുഖം ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉള്ള ടൈം ലാഗിനെയാണ് നമ്മളൊരു വിൻഡോ പീരിയഡ് എന്ന് പറയുന്നത്. ഇറ്റ് മേ വേരി ഫ്രം എ ഫ്യൂ മന്ത്സ് ടു 5 to 10 years ഓർ മെനി ഇയേഴ്സ്. ഈ ഒരു സമയത്ത് ഇൻഫെക്ഷൻ നടന്നതിന് യാതൊരു സിംറ്റംസും കാണിക്കുന്നില്ല, പക്ഷേ അവർ പൊട്ടൻ്റ് ആയിട്ടുള്ള, ദേ ആർ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദി ഡിസീസസ്. സോ ഒരു വിൻഡോ പീരിയഡ് എന്ന് പറയാം. വിൻഡോ പീരിയഡിലാണ് നമ്മൾ ഈ അസുഖം ലക്ഷണങ്ങൾ കാണിക്കാതെ നിൽക്കുന്ന സമയം.
HIV ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ HIV എൻറ്റേഴ്സ് ഇൻ ടു അവർ ബോഡി ടു മാക്രോഫേജസ്. ശരീരദ്രവങ്ങളുടെ ശരീരത്തിലേക്ക് കടക്കുന്ന HIV മാക്രോഫേജുകളിൽ എത്തുന്നു. മാക്രോഫേജസ് ആക്ട് ആസ് ആൻ HIV ഫാക്ടറി. അവിടെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്നൊരു എൻസൈമിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഈ HIV RNA ജീനോം റെപ്ലിക്കേറ്റ് ചെയ്ത് ഒരു വൈറൽ DNA ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഈ വൈറൽ DNA നമ്മുടെ ആതിഥേയ കോശത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റ് സെല്ലിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ DNAയിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവിടെ സ്ഥാനമുറപ്പിക്കുന്നു. ദെൻ ഈ ഇൻഫെക്റ്റ് ചെയ്ത സെൽസ് HIV പാർട്ടിക്കിൾസ് ആണ് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. HIV പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രൊലിഫറേഷൻ നടക്കുന്നു, അത് പിന്നീട് T ലിംഫോസൈറ്റുകളിലേക്ക് കടക്കുന്നു. T ലിംഫോസൈറ്റുകളിലേക്ക് കടന്നതിന് ശേഷം അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുകയും ധാരാളം പ്രോജനികളെ നിർമ്മിക്കപ്പെടുകയും വൈറസുകളുടെ പ്രോജനി ഉണ്ടാവുകയും അവ പുതിയ പുതിയ T ഹെൽപ്പർ സെൽസിനെ അറ്റാക്ക് ചെയ്യുകയും ഇത് ഈ T സെൽസിൻ്റെ എണ്ണം കുറയാനും തന്മൂലം ഇമ്മ്യൂൺ പവർ കുറയാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയാണ് ഇത് തകർക്കുന്നത്. രോഗപ്രതിരോധ ശക്തിയിൽ വളരെയധികം പ്രാധാന്യമുള്ള T ഹെൽപ്പർ സെൽസിനെയൊക്കെയാണ് ഇത് ആക്രമിക്കുന്നത്, നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂൺ പവറിലുണ്ടാകുന്ന വ്യത്യാസത്തിലൂടെയാണ്, ഇമ്മ്യൂൺ പവറിലുണ്ടാകുന്ന കുറവ് മൂലമാണ് പല സെക്കൻഡറി ഇൻഫെക്ഷൻസും വന്ന് നമുക്ക് HIV ബാധിക്കുന്നത്. HIV മൂലം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. HIV ബാധിച്ച ഒരാൾക്ക് സാധാരണ ബാധിക്കുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, സെക്കൻഡറി ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അവയിലൊന്നാണ് മൈക്രോ ബാക്ടീരിയം പോലെയുള്ള ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പാരസൈറ്റ്സ് ലൈക്ക് ടോക്സോപ്ലാസ്മ പോലെയുള്ള ചില പാരസൈറ്റുകളെല്ലാം ബാധിക്കുന്നു. ഇതിനെ കണ്ടെത്താനുള്ള ഒരു ഡയഗ്നോസ് ടെസ്റ്റാണ് എലീസ ടെസ്റ്റ് എന്ന് പറയുന്നത്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ അസേ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, HIV ട്രീറ്റ്മെൻറ്റ് അഥവാ ഈ എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗം പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ they can only prolong the life of the patients. There is no cure. എന്നാലും ഇവിടെ ഉപയോഗിക്കുന്നത് ചില ആൻറ്റി വൈറൽ ഡ്രഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പാർഷ്യലി എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. ഈ HIV വൈറസുകളുടെ പ്രൊലിഫറേഷൻ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സഹായിക്കുന്ന മരുന്നുകളാണ് ഈ HIV ആൻറ്റി വൈറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഇത് തടയാൻ പറ്റുക? പ്രിവെൻഷൻ ഈസ് എ ബെറ്റർ ഓപ്ഷൻ. ഹൗ ടു പ്രിവെൻറ്റ് AIDS? ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ about AIDS. ഇതാണ് ഫസ്റ്റ് വൺ. ബോധവൽക്കരണം നടത്തുക. HIV-യും അതിൻ്റെ പ്രശ്നങ്ങളെയും കുറിച്ച്, അതുമൂലമുണ്ടാകുന്ന ഭീകരാവസ്ഥയെയും കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ്. ദെൻ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. ഡിസ്പോസിബിൾ നീഡിലുകളും സിറിഞ്ചുകളും ഉപയോഗിക്കുക. ആശുപത്രികളിലും ക്ലിനിക്കുകളിലുമെല്ലാം, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻട്രാവീനസ് ആയിട്ട് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരൊക്കെ ഇത്തരത്തിലുള്ള ഡിസ്പോസിബിൾ സിറിഞ്ചും സൂചിയും ഉപയോഗിക്കുക. അടുത്ത ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ്. സെക്ഷൽ പാർട്ട്നേഴ്സ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർ കോണ്ടംസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളതാണ്. മേക്കിംഗ് ബ്ലഡ് ബാങ്ക്സ് ഫ്രീ ഫ്രം HIV ഓർ സേഫ് ഫ്രം HIV. രക്തനിവേശനം നടത്തേണ്ട ആൾക്കാർക്ക് ഇതിൽ HIV ബാധിതരല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് രക്തം കളക്ട് ചെയ്യാവുന്നതാണ്. റെഗുലർ ചെക്കപ്പ് ഫോർ HIV. നിരന്തരമായ HIV ടെസ്റ്റുകൾ നടത്താനുള്ള നോക്കുക. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സ് നമ്മൾ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുക. കൺട്രോളിംഗ് ഡ്രഗ് അബ്യൂസ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ക്യാൻസർ. It is an abnormal and uncontrolled multiplication of cells resulting in the formation of tumor which is a mass of cells. അൺകൺട്രോൾഡ് ആയിട്ടുള്ള അനിയന്ത്രിതമായി കോശങ്ങളുടെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതുമൂലം ട്യൂമറുകൾ രൂപപ്പെടുന്നു. ട്യൂമറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശങ്ങളുടെ മാസിനെയാണ്, കൂട്ടത്തെയാണ്, ഈ അൺകൺട്രോൾഡ് ഗ്രോത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഈ മാസിനെയാണ്, സെൽ മാസിനെയാണ് നമ്മൾ ട്യൂമർ എന്ന് പറയുന്നത്. നോർമൽ സെൽസിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞൊരു പെക്യുലാരിറ്റി ഉണ്ട്. ഈ കോണ്ടാക്ട് ഇൻഹിബിഷനിലൂടെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് തടയാൻ പറ്റും. പക്ഷേ ക്യാൻസറസ് സെൽസിന് ഇത്തരത്തിലുള്ള ഒരു കോണ്ടാക്ട് ഇൻഹിബിഷൻ ഇല്ല.
cancer cells does not have this property of contact inhibition. Thus, it results in uncontrolled growth. ട്യൂമേഴ്സിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാണ് benign tumor, രണ്ട് malignant tumor. Benign tumors are confined to the place of its origin, which is generally harmless. എവിടെയാണോ ക്യാൻസർ രൂപപ്പെടുന്നത് ആ ഭാഗത്തേക്ക് ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ക്യാൻസറുകളെയാണ് നമ്മൾ കൺഫൈൻഡ് ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസറുകളെയാണ് നമ്മൾ ബെനൈൻ ട്യൂമറുകൾ എന്ന് പറയുന്നത്. എന്നാൽ മാലിഗ്നന്റ് ട്യൂമറുകൾ സ്പ്രെഡ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് ഇൻവേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ മാലിഗ്നന്റ് ട്യൂമറിൻ്റെ ഒരു പ്രത്യേകതയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. Metastasis is a spread of cancer cells from one part of the body to another. ക്യാൻസർ ബാധിച്ച ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ക്യാൻസർ സെൽസ് പോകുന്നതിനെ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇത് മാലിഗ്നന്റ് ട്യൂമറിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ടൈപ്സ് ഓഫ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ക്യാൻസറുകൾ കാണപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് കാർസിനോമ, വിച്ച് ഇസ് എ ക്യാൻസർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. സോ കാർസിനോമ എപ്പിത്തീലിയൽ കോശങ്ങളിൽ കാണപ്പെടുന്ന ക്യാൻസറാണ്. സാർക്കോമ കണക്റ്റീവ് ടിഷ്യൂസിൽ കാണപ്പെടുന്ന ക്യാൻസറാണ്. മെലനോമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെലനോസൈറ്റ്സിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ്. ല്യൂക്കേമിയ അത് സാധാരണഗതിയിൽ കാണപ്പെടുന്ന ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ലിംഫോമാസ് സ്പ്ലീനിനെയും ലിംഫ് നോഡ്സിനെയൊക്കെ ബാധിക്കുന്ന ലിംഫോമാസ്. ഇങ്ങനെ പല തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. എന്താണ് ക്യാൻസറിനുള്ള കാരണം? കാർസിനോജൻസ് എന്ന് പറയും. ക്യാൻസർ കോസിംഗ് ഏജൻസ് ആർ കോൾഡ് കാർസിനോജൻസ്. ക്യാൻസർ ഉണ്ടാക്കാൻ പ്രാപ്തമായ വസ്തുക്കളെയാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത്. ഈ കാർസിനോജൻസ് ഒരു പക്ഷേ ഫിസിക്കൽ ഏജൻസ് ആയിരിക്കാം, കെമിക്കൽ ഏജൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ബയോളജിക്കൽ ഏജൻസ് ആയിരിക്കാം. ഫിസിക്കൽ ഏജൻസ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അയോണൈസിങ് റേഡിയേഷൻസ് ഉണ്ട്. എക്സ്റേ പോലെയുള്ള, ഗാമാ റേസ് പോലെയുള്ള, നോൺ അയോണൈസിങ് റേഡിയേഷൻസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേസ് പോലെയുള്ള ചില റേഡിയേഷൻസ് മൂലം നമുക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില കെമിക്കൽ ഏജൻസ്, ടൊബാക്കോ സ്മോക്കിൽ കാണപ്പെടുന്ന ചില വസ്തുക്കൾ, അതുപോലെ തന്നെ വിനൈൽ ക്ലോറൈഡ്, കഫീൻ, നിക്കോട്ടിൻ, മസ്റ്റാർഡ് ഗ്യാസ് പോലുള്ള ചില കെമിക്കൽസ് ക്യാൻസറസ് ആണ് അല്ലെങ്കിൽ കാർസിനോജനിക് ആണ്. അപ്പം ടൊബാക്കോ സ്മോക്കിൻ്റെ കേസിലൊക്കെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മേജർ കോസ് ഓഫ് ലങ് ക്യാൻസർ ഈസ് ഡ്യൂ ടു സ്മോക്കിംഗ്. ഈ ടൊബാക്കോ സ്മോക്കിൽ കാണപ്പെടുന്ന കാർസിനോജൻസ് ആണ് ഈ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. ചില ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. സേ ഓങ്കോജനിക് വൈറസസ് എന്ന് പറയും. ഓങ്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് ക്യാൻസർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെല്ലുലാർ ഓങ്കോജീൻസ് കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസിനെയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ പ്രൊലിഫറേഷൻ കാരണമാവുകയും തന്മൂലം നമുക്ക് ഈ ഒരു ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. Biological agents include oncogenic viruses, cellular oncogenes or proto-oncogenes, C-oncon present in normal cells, which when activated leads to oncogenic transformation of the cells. ഈ സി ഓങ്കോജീൻസ് ഒക്കെ സാധാരണ കാണപ്പെടുന്ന ജീനുകളാണ്. പക്ഷേ അവ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ക്യാൻസറുകൾ രൂപപ്പെടുകയും ചെയ്യും. ക്യാൻസറിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണ്? ഇതെങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. ക്യാൻസർ ഡിറ്റക്ഷനുള്ള ഒരു പ്രധാന മാർഗമാണ് ബയോപ്സി എന്ന് പറയുന്നത്. എവിടെയാണോ നമുക്ക് ക്യാൻസർ ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യുന്നത് ആ ഭാഗത്തുനിന്ന് ചെറിയൊരു ടിഷ്യൂ പീസ് എടുത്തിട്ട് അതിനെ സ്റ്റെയിൻ ചെയ്ത് ചെറിയ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റഡീസ് നടത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും വെദർ ഇറ്റ്സ് ക്യാൻസറസ് ഓർ നോട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റേഡിയോഗ്രഫി ഉപയോഗിക്കാൻ പറ്റും. റേഡിയോഗ്രഫി എന്ന് പറയുന്നതിൽ നമുക്ക് CT സ്കാനുകൾ, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി സ്കാനുകൾ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ MRI സ്കാനുകൾ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MRI സ്കാനുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതിനുള്ള ആൻറ്റിബോഡീസ് അഗൈൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ഉപയോഗിക്കാം. മോളിക്കുലർ ബയോളജിയിലെ ചില മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്യാൻസറസ് ആണോ അല്ലേ എന്നുള്ളത്. എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റുകൾ എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഒന്ന് സർജറിയാണ്. അതുപോലെ തന്നെ റേഡിയേഷൻ നടത്താറുണ്ട്, കീമോതെറാപ്പി നടത്താറുണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി നടത്താറുണ്ട്. സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ബാധിച്ച ആ ഭാഗത്തെ മുറിച്ച് മാറ്റി കളയുകയാണ് സർജറിയിൽ ചെയ്യുന്നത്. റേഡിയേഷൻ തെറാപ്പിയിൽ ട്യൂമർ സെൽസിനെ ഇറേഡിയേറ്റ് ചെയ്യുന്നതിലൂടെ അതിനെ നശിപ്പിക്കുകയാണ് റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. ഇത്തരത്തിൽ അടുത്തുള്ള സറൗണ്ടിങ് കോശങ്ങൾക്കൊന്നും ടിഷ്യൂസിനൊന്നും പ്രശ്നങ്ങളുണ്ടാവാതെ ആ ക്യാൻസറസ് ആയിട്ടുള്ള കോശങ്ങളെ മാത്രം നശിപ്പിക്കുന്നതിനെയാണ് ഇറേഡിയേറ്റ് ചെയ്യുന്നതാണ് റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുന്നത്. കീമോതെറാപ്പിയിൽ
ഭാവിയിൽ ചില കീമോതെറാപ്യൂട്ടിക് മെഡിസിൻസ്, ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ നോക്കുന്നു. ഈ ഡ്രഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ഡ്രഗ്സ് ഹാവ് സൈഡ് എഫക്ട്സ് ലൈക്ക് ഹെയർ ലോസ്, മുടി കൊഴിഞ്ഞു പോവുക, അനീമിയ പോലുള്ള അവരുടെ ബോഡിയൊക്കെ വീക്കാവും, മുടിയും അവരുടെ ശരീരത്തിൽ എല്ലാം വീക്കായി ശരീരം ശോഷിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ദ പേഷ്യൻസ് ആർ ഗിവൺ സബ്സ്റ്റൻസസ് കോൾഡ് ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ്, എക്സാമ്പിൾ ആൽഫ ഇന്റർഫെറോൺ പോലെയുള്ള വസ്തുക്കൾ നൽകുകയും ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ആക്ടിവേറ്റ് ചെയ്യുകയും ഈ ട്യൂമർ സെൽസിനെ നശിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ക്യാൻസേഴ്സ് ആർ ട്രീറ്റഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോതെറാപ്പി ആൻഡ് കീമോതെറാപ്പി. ഇതിൻ്റെ ഒരു സക്സസ്ഫുൾ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സർജറിയും റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും സംയുക്തമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗ്സിനെ നമുക്ക് സെഡേറ്റീവ്സ് ആൻഡ് ട്രാൻക്വിലൈസേഴ്സ്, ഒപ്പിയേറ്റ് നാർക്കോട്ടിക്സ്, സ്റ്റിമുലൻസ്, ഹാലൂസിനോജൻസ് എന്ന് 4ആയി തിരിക്കാം. ഇന്ന് ടീനേജേഴ്സിനൊക്കെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ആൽക്കഹോളിസത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൽക്കഹോളിസത്തിൻ്റെ എഫക്ട്സ്: ഇറ്റ് അഫക്ട്സ് തിങ്കിങ് എബിലിറ്റി, സ്പീച്ച്, മൂവ്മെൻറ്റ്സ്, റിഫ്ലക്സസ്, ബ്ലർഡ് വിഷൻ ഉണ്ടാവുന്നു, ലോസ് ഓഫ് ബോഡി ബാലൻസ് ഉണ്ടാകുന്നു, നോസിയ ഉണ്ടാകുന്നു, വൊമിറ്റിംഗ് ഉണ്ടാകുന്നു, ഹെഡ് ഏക്ക്, ഈവൻ ലിവർ സിറോസിസ്, ഫാറ്റി ലിവർ ഉണ്ടാകുന്നു, ആൽക്കഹോളിക് പോളിന്യൂറൈറ്റിസ് ആൻഡ് ലോസ് ഓഫ് അപ്പിറ്റൈറ്റ്. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. നമുക്ക് ഒരു നോർമൽ ലിവറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ നോർമൽ ലിവറിനെ കമ്പയർ ചെയ്തുകൊണ്ട് സിറോസിസ് ബാധിച്ച ഒരു ലിവർ നോക്കൂ. ഇങ്ങനെ സിറോസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഈ ആൽക്കഹോളിസത്തിൽ ഉണ്ടാവാറുണ്ട്. ആൽക്കഹോളിസം മൂലം ബാധിക്കുന്നത് കാർഡിയോ വാസ്കുലാർ ഡിസീസസ് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അംനീഷ്യ ഉണ്ടാകാം, അൾസർ ഉണ്ടാവാം, പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാം, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, ലോസ് ഓഫ് സെക്ഷൽ ഡ്രൈവ് ആൻഡ് നെക്രോസ്പേമിയ ഉണ്ടാകാം, ഫീറ്റൽ ആൽക്കഹോളിസം സിൻഡ്രോം, അമ്മമാരൊക്കെ ഗർഭിണികളായിട്ടുള്ള അമ്മമാർ കഴിക്കുകയാണെങ്കിൽ ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാം, ഫാമിലി ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം. ആൽക്കഹോളിസം വാഹനാപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ആൽക്കഹോളിസമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഡി ആൽക്കഹോളിസത്തിന് നമ്മൾ ഇതിൽ നിന്ന് മദ്യവിമുക്തി നേടാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, സോഷ്യൽ മെത്തേഡ്സ്, ഗ്രൂപ്പ് തെറാപ്പി പോലുള്ള സോഷ്യൽ മെത്തേഡ്സ് ഉപയോഗിക്കേണ്ടി വരും. അവേർഷൻ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പിയിലൂടെ ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാനാസക്തി കുറയ്ക്കേണ്ടതായിട്ട് വരും. അടുത്തൊന്നാണ് സ്മോക്കിംഗ്. വളരെ ടൊബാക്കോ സ്മോക്കിംഗ് ഉണ്ട്. ടൊബാക്കോ സ്മോക്ക് ചെയ്യുകയോ ച്യൂ ചെയ്യുകയോ ചവയ്ക്കുകയോ അല്ലെങ്കിൽ അത് വലിക്കാൻ, പൊടിയായിട്ട് മൂക്കിലേക്ക് വലിക്കാനോ ഉപയോഗിക്കുന്നുണ്ട്. ടൊബാക്കോയിൽ നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽക്കലോയിഡ് കാണപ്പെടുന്നുണ്ട്. ഇതാണ് സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നത്. സ്മോക്കിംഗിന് മൂലം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇറ്റ് കോസസ് ലങ് ക്യാൻസർ, യൂറിനറി ബ്ലാഡർ, ത്രോട്ട്, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ, കൊറോണറി ഹാർട്ട് ഡിസീസസ്, ഗ്യാസ്ട്രിക് അൾസർ പോലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ടൊബാക്കോ ച്യൂയിങ് കോസസ് ഓറൽ ക്യാൻസർ, വായിലെ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ടൊബാക്കോ ച്യൂ ചെയ്യുന്നതാണ്. സ്മോക്കിംഗ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഇൻ ബ്ലഡ്. അഡോളസൻസ് ആൻഡ് ഡ്രഗ് അബ്യൂസ്. അഡോളസെന്റ് ഏജിൽ ഡ്രഗ് അബ്യൂസ് വളരെ കൂടുതലാണ്. പീരീഡ് ആൻഡ് പ്രോസസ് എന്നാണ് അഡോളസൻസിനെ പറയുന്നത്. ഡ്യൂറിങ് വിച്ച് ചൈൽഡ് ബിക്കംസ് മെച്യൂർ ഇൻ ടേംസ് ഓഫ് ഹിസ് ഹെർ ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ഒരു അഡോളസെന്റ് ഏജിൽ നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസ് ഈസ് എ ബ്രിഡ്ജ് ലിങ്കിങ് ബിറ്റ്വീൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നു. ഈ സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും, നമുക്ക് അഡ്വഞ്ചേഴ്സ്, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ, എക്സ്പെരിമെന്റേഷൻ നടത്താൻ തോന്നും, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ തോന്നും, ടു എസ്കേപ്പ് ഫ്രം ഫേസിങ് പ്രോബ്ലംസ്, സ്ട്രെസ് ഫ്രം പ്രഷർ ഫ്രം എക്സൽ ഇൻ അക്കാഡമിക് ഓർ എക്സാമിനേഷൻ. പരീക്ഷകളിൽ വിജയിക്കുമോ എന്നുള്ള ടെൻഷനും പേടി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ടെലിവിഷനും സിനിമകളും ന്യൂസ് പേപ്പറും ഇൻ്റർനെറ്റും ഇതെല്ലാം നമുക്ക് പ്രചോദനങ്ങളാകും. അൺസ്റ്റേബിൾ ഓർ അൺസപ്പോർട്ടീവ് ഫാമിലി ആണെങ്കിൽ, അതുപോലെ തന്നെ പിയർ പ്രഷറിൽ നിന്നുള്ള പ്രഷറൊക്കെ നമുക്ക് ബാധിക്കുന്ന ഒന്നാണ്.